എല്ലാവർക്കും ഹരിശ്രീ എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പറഞ്ഞു തുടങ്ങുന്ന ഒരൊറ്റ കാര്യമാണ്, കഴിഞ്ഞ 10ാം ക്ലാസ്സിൻ്റെ എക്സാമിൻ്റെ കാര്യമാണ്. ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ ലൈവ് എടുത്ത ക്ലാസ്സുകൾ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ടെന്ന് അവർ ഞങ്ങളെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ കേട്ടതിലൊക്കെ വളരെ സന്തോഷം. അതേപോലെ ഇപ്രാവശ്യവും 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി ഞങ്ങൾ വീണ്ടും ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല, ലാസ്റ്റ് മാത്രമേ ഞങ്ങൾ ലൈവ് ഇനി ഉണ്ടാകത്തുള്ളൂ. അതിന് മുമ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ കുറച്ച് ഷോർട്ട് വീഡിയോസ് ആയിരിക്കും. അതായത് ചാപ്റ്ററിൻ്റെ സമ്മറി, പിന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ടെസ്റ്റ് മാറിയ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഫൈനൽ എക്സാമിനും ഞങ്ങളുടെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. എല്ലാ വിഷയത്തിൻ്റെ ലൈവ് ക്ലാസ്സുകൾ ഞങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതായത് അടുത്തിൻ്റെ മെയിൻ ലൈവ് ക്ലാസ് വരാൻ പോകുന്നത് എപ്പോഴായിരിക്കും? ഓണം എക്സാമിൻ്റെ സമയത്തായിരിക്കും. അതിനുശേഷം വരുന്നത് ക്രിസ്മസ് എക്സാമിനും പിന്നെ ഫൈനൽ എക്സാമിൻ്റെ സമയത്തും നമ്മൾ ഓണം നടത്തിയ പോലെ ക്രിസ്മസ് നടത്തിയ പോലെ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ 1ാമത്തെ യൂണിറ്റിലെ 3 ചാപ്റ്ററിൻ്റെ സമ്മറി, പിന്നെ അതിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്താണ്? ട്രയൽസ് ആൻഡ് ട്രയംസ് എന്നാണ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര്. ഇതിൽ മൊത്തം 3 ചാപ്റ്ററാണുള്ളത്. ഇതിൽ വരുന്ന 3 ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, ഗബ്രിയേൽ ഗാർസിയ മാർക്കസിന്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. രണ്ടാമത് വരുന്നത് ഇൻ ദി ആറ്റിക് എന്ന് പറയുന്ന ഒരു സർവൈവർ ടെസ്റ്റിമണിയാണ്. ഇത് വ്ളാഡിസ്ലാവ് സ്പിൽമന്റെ ഒരു സർവൈവൽ ടെസ്റ്റിമണിയാണ്. ലാസ്റ്റ് വരുന്നത് ഒരു ഡ്രമാറ്റിക് സ്പീച്ചാണ്, നമ്മുടെ വില്യം ഷേക്സ്പിയറിന്റെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഒരു പ്ലേയിൽ നിന്ന് എടുത്ത സാധനമാണ് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമൺ. നിങ്ങൾക്കറിയാം, മാർക്ക് ആന്റണി, നമ്മളെ ബ്രൂട്ടസ്, സീസർ, അവരുടെയൊക്കെ വരുന്നതായിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേ, ഒരു നാടകത്തിൽ നിന്ന് എടുത്തുള്ള ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ഓക്കെ, വലിയ വിങ്സ് ഉള്ള ഒരു ഓൾഡ് മാൻ്റെ ഒരു കഥയാണ്. നമുക്ക് ആദ്യം ഇതിലെ സമ്മറിയാണ് നോക്കേണ്ടത്. സമ്മറിയിൽ നമ്മൾ ആദ്യം കുറച്ച് പോയിന്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം വായിച്ച് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നതെന്ന് വെച്ചാൽ, പെലേയോ ആൻഡ് എലിസണ്ട ഡിസ്കവർ എൻ ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് ലൈങ് ഫേസ് ഡൗൺ ഇൻ ദിയർ മഡി കോർട്ട്യാർഡ് ആഫ്റ്റർ എ സോങ്. നമ്മുടെ കഥയിലെ മെയിൻ കഥാപാത്രങ്ങൾ പറയുന്നത് പെലേയോയും എലിസണ്ടയാണ്. ഇവർ സംഭവിച്ചതെന്ന് വെച്ചാൽ, പെലേയോ ഒരു ദിവസം വൈകുന്നേരം ഒരു ദിവസം നമ്മളെ കടലിലൂടെ നടന്നു വരുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായതും പെലേയോ എന്ത് കണ്ടു? ഒരു വയസ്സായ ആളെ കണ്ടു. അയാൾ തൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെളിയിൽ മണ്ണ് ഇങ്ങനെ തല പുഴുതി വെച്ച് കിടക്കുകയായിരുന്നു. രണ്ടാമത് വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ദേ ഇനിഷ്യലി കൺസിഡർ ഹിം ടു ബി എൻ ഏഞ്ചൽ. തുടക്കത്തിൽ അയാളെ അവരൊരു ഏഞ്ചൽ എന്നാണ് വിചാരിച്ചത്. ആൻ അൺയൂഷ്വൽ ആൻഡ് പൊട്ടൻഷ്യലി ഡിവൈൻ പ്രസൻസ്, ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള പക്ഷേ ഒരു ഡിവൈൻ പ്രസൻസ്. ആ സമയത്തെന്ന് വെച്ചാൽ ദൈവികമായ കുറച്ച് കാര്യങ്ങളിൽ ആൾക്കാർ മുഴുകിയിരുന്ന ഒരു സമയമാണ്. അപ്പോൾ തൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വിങ്സോട് കൂടി ഒരാളെ കണ്ട സമയത്ത് അവർക്ക് തോന്നി ഇതൊരു ഡിവൈൻ ക്രീച്ചർ ആണെന്നാണ് ആ സമയത്ത് അവർക്ക് തോന്നിയത്. മൂന്നാമത്തെ പോയിന്റ് വരുന്നതെന്ന് വെച്ചാൽ, ഡെസ്പൈറ്റ് ദെയർ ഇനിഷ്യൽ തോട്ട്സ് ഓഫ് സെൻഡിങ് ഹിം അവേ. തുടക്കത്തിൽ അവർ എന്തോന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ, ഇയാളെ ഇവിടുന്ന് ഓടിച്ചിവിടാം, പറഞ്ഞിവിടാം, നിങ്ങൾക്ക് പ്രശ്നമൊന്നും വേണ്ട, ഒന്നും കിട്ടിയില്ലെങ്കിലും ഒന്നും കളയണ്ട എന്നാണ് അവരാദ്യം വിചാരിച്ചത്. They decided to imprison him in their chicken coop. പിന്നെ അവരെന്തോന്ന് ചെയ്തു? അയാളെ ഇംപ്രിസൺ ചെയ്യാൻ തീരുമാനിച്ചു, തടവിലിടാൻ തീരുമാനിച്ചു. എവിടെയാണ്? അവരുടെ ചിക്കൻ കൂപ്പിലാണ്, കോഴിക്കൂട്ടിലാണ് അവരെന്ത് ചെയ്യാൻ തീരുമാനിച്ചത്? തടവിലിടാൻ തീരുമാനിച്ചത്. അടുത്ത് വരുന്നത്, ടു എക്സ്പ്ലോയിറ്റ് ഹിസ് യുണീക്നെസ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, ചൂഷണം ചെയ്യാൻ വേണ്ടി, ദേ ബിഗെയിൻ ചാർജിങ് എ സ്മാൾ അഡ്മിഷൻ ഫീ ഫോർ നൈബേഴ്സ് ആൻഡ് ക്യൂരിയസ് ഓൺലോക്കേഴ്സ് ടു സീ ഹിം. ഇയാളെ ഇവിടെ കൂട്ടിൽ അടയ്ക്കപ്പെട്ടതും ഇയാളൊരു എന്താ പറയുക വിങ്സ് ഉള്ള ആളാണെന്ന് അറിഞ്ഞതും തൻ്റെ ചുറ്റുപാടുള്ള നൈബേഴ്സ് എല്ലാം ഇയാളെ കാണാനായിട്ട് വന്നു. അപ്പോൾ ഇവർ ഇതിന് എന്തോന്നാക്കി മാറ്റി, നിങ്ങൾക്ക് വേണ്ടി ലാഭകരമായിട്ടൊരു കാര്യമാക്കാൻ തീരുമാനിച്ചു. വരുന്ന ആൾക്കാർക്കെല്ലാം ഇയാളെ കാണാനായിട്ട് ഒരു ചെറിയ ഫീസ് അവരെന്തോന്ന് ചെയ്തു, ഒരു അഡ്മിഷൻ ഫീസ് എന്ന രീതിയിൽ അവരൊരു ഫീസ് അവർ ഏർപ്പാടാക്കാൻ തീരുമാനിച്ചു. ദ ഫാമിലീസ് ഇൻകം സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസസ് ഫ്രം ദിസ് സ്പെക്ടക്കിൾ, അലൗവിംഗ് ദം ടു ബിൽഡ് എ ന്യൂ ലാർജർ ഹൗസ്. ഈ സ്പെക്ടക്കിൾ, ഈ ഒരു കാഴ്ചയിൽ നിന്നും ആൾക്കാർ തരുന്ന പൈസ വെച്ച് അവർ പതിയെ കുറച്ച് പണം സ്വരുക്കൂട്ടുകയും അത് അവരെ ഒരു വലിയ വീട് നിർമ്മിക്കാനായിട്ട് അവർക്ക് ആ പണം തികയുകയും ചെയ്തു. ഈ കിട്ടിയ പണം വെച്ച് അവരെന്തോന്ന് ചെയ്തു? ഒരു വലിയ മാളിക പോലുള്ളൊരു വീട് അവരെന്തോന്ന് ചെയ്തു? പണികഴിപ്പിച്ചു. The winged old man enters the crude curiosity of visitors and the family's neglect with quiet patience. ഈ വിങ്ഡ് ഓൾഡ് മാൻ ഒരു വിങ്സ് ഉള്ള ആളാണെങ്കിൽ പോലും ഇദ്ദേഹം ഒരു വയസ്സായിട്ടുള്ള മനുഷ്യനാണ്. ഇദ്ദേഹത്തെ എവിടെയാണ് ഇട്ടിരിക്കുന്നത്? ചിക്കൻ കൂപ്പിൻ്റെ അകത്താണ് ഇപ്പോഴും തടവിലിട്ടിരിക്കുന്നത്. അയാളെന്ന് വെച്ചാൽ അയാളെല്ലാം എൻഡ്യൂർ ചെയ്യുകയാണ്. എൻഡ്യൂർ എന്ന് വെച്ചാൽ അയാളെല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? എന്തൊക്കെയാണ് അയാൾ ക്ഷമിക്കുകയും സഹിക്കുകയെന്ന് വെച്ചാൽ, വിസിറ്റേഴ്സിൻ്റെ ക്യൂരിയോസിറ്റി, കാണാൻ വരുന്ന ആൾക്കാർ ഇയാളെ കുത്തുകയും കല്ലെടുത്തെറിയുകയും കമ്പിട്ട് തട്ടി നോക്കുകയും ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഫാമിലിയുടെ നെഗ്ലക്റ്റ്, ഫാമിലി ഇയാളെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. അതായത് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാതെയും നല്ലൊരു പാർപ്പിടമില്ലാത്ത രീതിയിലാണ് ഇയാൾ കിടക്കുന്നത്. അതൊക്കെ ഇയാൾ എന്തോ ചെയ്യണം? എൻഡ്യൂർ ചെയ്യുകയാണ്. ഇദ്ദേഹം നല്ല പേഷ്യൻ്റ്, ക്ഷമയോട് ഇദ്ദേഹത്തെ എല്ലാം സഹിക്കുകയാണ് ഇയാൾ. His novelty eventually fades, especially with the arrival of a more sensational attraction, a woman who has been transformed into a spider. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫെയിം, ഒരു പ്രത്യേകത പെട്ടെന്ന് തന്നെ എന്തോ ചെയ്യാൻ തുടങ്ങി?
ഫെയ്ഡ് ആവാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ അവരുടെ നാട്ടിൽ ഒരു ഗ്രൂപ്പ് വന്നു, ഒരു സെൻസേഷണൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് വന്നു. ആ ഗ്രൂപ്പിലെ പ്രത്യേകത എന്ന് വെച്ചാൽ എ വുമൺ ഹു ഹാസ് ബീൻ ട്രാൻസ്ഫോംഡ് ഇൻ ടു എ സ്പൈഡർ, ചിലന്തിയായി ട്രാൻസ്ഫോം ചെയ്ത ഒരു സ്ത്രീയുണ്ട്. അവരെ കാണാനായിരുന്നു പിന്നെ ആ നാട്ടിലെ ആൾക്കാരുടെ എന്താ പറയുക താല്പര്യം എന്ന് പറയുന്നത്. അങ്ങനെ നേരെയല്ല അവർ മറ്റേ സ്ത്രീയെ കാണാൻ പോയി, ആ സ്പൈഡർ വുമണിനെ കാണാൻ പോവുകയും നമ്മുടെ ഓൾഡ് മാനെ വേറെ ആരും കാണാൻ വരാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തുകയും ചെയ്തു. While the family enjoys their new prosperity, തങ്ങളുടെ പുതിയ പ്രോസ്പിരിറ്റി, തങ്ങളുടെ പുതിയ വീട്, പണം എല്ലാം അവർ ആഘോഷിക്കുന്നുണ്ടെങ്കിലും സന്തോഷിക്കുന്നുണ്ടെങ്കിലും the old man remains in his pitiful state, often unnoticed. ഫാമിലി ഇപ്പോൾ വലിയ നിലയിൽ എത്തിയെങ്കിലും നമ്മുടെ ഓൾഡ് മാൻ അതിനനുസരിച്ച് വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം ആ ചിക്കൻ കൂപ്പിലാണ് കിടക്കുന്നത്. ആരും നോട്ടീസ് ചെയ്യാതെ, നല്ല രീതിയിൽ ഭക്ഷണമില്ലാതെ, ഒന്നും ചെയ്യാതെ എന്ത് ചെയ്യാണ്, അവിടെ കിടക്കുകയാണ്. സ്ലോലി ഹി ബിഗിൻസ് ടു റിക്കവർ, ഗ്രോയിങ് ന്യൂ സ്ട്രോങ് ഫെതേഴ്സ് ഓൺ ഹിസ് വിങ്സ്. പതിയെ കുറച്ച് സമയം കഴിയുന്നവരും പതിയെ ഇദ്ദേഹം അതിൻ്റെ ആ ഒരു എന്താ പറയുക ഹെൽത്ത് റിക്കവർ ചെയ്യാൻ തുടങ്ങി. പതിയെ വളരാൻ തുടങ്ങി, വിങ്സ് വളരാൻ തുടങ്ങി, അതിൽ കുറച്ച് ഫെതേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി. പഴയ ഒരു അവസ്ഥയിലേക്ക്, ഒരു ഹെൽത്തി ബോഡി എന്ന രീതിയിലേക്ക് അയാൾ മാറി വരികയാണ്. വൺ മോർണിംഗ് ഹി ക്ലംസ്ലി ഫ്ലൈസ് അവേ ഫ്രം ദെയർ കോർട്ട്യാർഡ്, ബിക്കമിങ് എ ഡിസ്റ്റന്റ് സ്പെക്ക് ഓൺ ദ ഹൊറൈസൺ ആൻഡ് ഡിസപ്പിയറിംഗ് ഫ്രം ദെയർ ലൈഫ്സ്. ഒരു ദിവസം രാവിലെ പതിയെ ക്ലംസ്ലി എന്ന് വെച്ചാൽ നമ്മൾ കൊച്ചു കുട്ടികളെ തുടക്കത്തിൽ എണീറ്റ് നടക്കുന്ന സമയത്ത് വന്ന് വിടാറില്ല, അങ്ങനെ പറക്കുന്ന സമയത്ത് പതിയെ പറക്കുക, വീഴുക, അങ്ങനെ പതിയെ ഇയാൾ എന്തോ ചെയ്തു, പറന്ന് ഒരു ഹൊറൈസണിൽ നമ്മുടെ ചക്രവാളത്തിൽ ഒരു ചെറിയ പൊട്ട് പോലെയായി മാറി. അങ്ങനെ ഇയാൾ എന്തോ ചെയ്തു, ഇവിടുന്ന് പോയി എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മളുടെ കഥ. അപ്പോൾ നമ്മുടെ കഥയിലെ മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് പെലയോ, എലിസണ്ട, ഓൾഡ് മാൻ. പിന്നെ ഇവിടെ ഒരു കുട്ടിയുടെ കാര്യം കൂടെ പറയുന്നുണ്ട്. ഇയാൾ ആദ്യമായി ഇവിടെ കണ്ട സമയത്ത് ഒരു നൈബർ വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ഏഞ്ചൽ ആണെന്നും ഡിവൈൻ ക്രീച്ചർ ആണെന്നും ഈ കുട്ടിയെ കൊണ്ടുപോകാനായിട്ടാണ് വന്നതെന്നുമാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് കുറച്ച് പനി ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ പനി ഉണ്ടായിരുന്നു. ഇയാൾ വന്ന് 1-2 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടിയുടെ പനി മാറുകയും, അപ്പോൾ ഇയാൾ കാരണം കുട്ടിക്ക് പനി മാറിയത് കൊണ്ട് ഇയാളെ വെച്ച് എന്തോ അവർ തീരുമാനിച്ചു, പണം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കൂട്ടിലടയ്ക്കുന്നതും നൈബേഴ്സ് കാണാൻ വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും. അപ്പോൾ നൈബേഴ്സ് കാണാൻ വരുന്ന കാര്യം പറയുന്നുണ്ട്, അവർ ഇയാളെ ഉപദ്രവിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഫെയിം പെട്ടെന്ന് എന്തോ ചെയ്യുന്നു, മാഞ്ഞു പോകുന്നു. അതിന് കാരണം ആ ഒരു സ്പൈഡർ വുമണാണ്. സ്പൈഡർ വുമൺ വരുന്നു, പിന്നെയുള്ള ആൾക്കാരെല്ലാം അവരെ കാണാനായിട്ട് പോകുന്നു. ഇയാളെ പിന്നെ അൺനോട്ടീസ്ഡ് ആയിട്ട് അവിടെ ചിക്കൻ കൂപ്പിൽ തന്നെ ഇട്ടിരിക്കുന്നു. പെലയോയുടെയും എലിസണ്ടയുടെയും ഫാമിലി പതിയെ വളർന്ന് വലിയ നിലയിലേക്ക് എത്തുന്നു. അവസാനം ഒരു ദിവസം ഇയാൾ എന്തോ ചെയ്തു, ഇയാൾ രക്ഷപ്പെട്ട് പറന്നങ്ങ് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സമ്മറി. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്? എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെഷൻ നോക്കുകയെന്ന് വെച്ചാൽ വിത്ത് അറൈവൽ ഓഫ് ദ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്, പലയോസ് ലൈഫ് ചേഞ്ചസ്. ഹി നോട്ട്സ് ഹിസ് കൺസേൺ ഇൻ ഹിസ് ഡയറി, റൈറ്റ് ദ ലൈക്ലി ഡയറി എൻട്രി. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഡിസ്കോഴ്സുകളിലൊന്നാണ് ഡയറി എൻട്രി എന്ന് പറയുന്നത്. ഈ ഡയറി എന്ന് വെച്ചാൽ നമ്മുടെ പലയോയുടെ വീട്ടിലേക്ക് നമ്മുടെ ആര് വന്നു? ഓൾഡ് മാൻ വന്നു. ഈ ഓൾഡ് മാൻ വന്ന സമയത്ത് ഇദ്ദേഹത്തിന് കുറച്ച് കൺസേൺസ്, കുറച്ച് വേവലാതികളുണ്ട്. അതെല്ലാം അന്ന് രാത്രി തന്നെ പലയോ എന്തോ ചെയ്തു, തൻ്റെ ഡയറിയിലേക്ക് എഴുതി വെച്ചു. നമ്മൾ ഡയറി മൊത്തത്തിൽ നമ്മൾ നോക്കുന്നില്ല, നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറിയുടെ ഫോർമാറ്റ് മാത്രമാണ്. ഡയറിയുടെ ഫോർമാറ്റ് ഏകദേശം കുട്ടികൾക്ക് അറിയായിരിക്കും, എന്നാലും പുതിയതായിട്ട് വന്ന കുട്ടികൾക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് നമ്മൾ ഡേറ്റ് വെക്കണം. ഡേറ്റ് വെക്കുന്ന സമയത്ത് എ ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ ദ ഡിസ്കവറി അങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം. അതായത് നമ്മളെ പരിപാടി നടന്നത്, അതായത് എന്നാണോ ഈ സംഭവം നടക്കുന്നത്, നമുക്ക് ഇവിടെ കൃത്യമായിട്ടൊരു ഡേറ്റ് ഇല്ല. അതുകൊണ്ട് നമുക്കൊരു ഊഹിച്ചൊരു ഡേറ്റ് വയ്ക്കാം. ഒരിക്കലും നിങ്ങൾ ഡേറ്റ് വയ്ക്കുന്ന സമയത്ത് ഇനി വരാൻ പോകുന്ന ഡേറ്റ് വെക്കരുത്. അതായത് നിങ്ങളിപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ 17 ജൂൺ 2025 എന്ന് വിചാരിക്കുക. തൊട്ടടുത്ത ഡേറ്റ് എന്ന് പറഞ്ഞാൽ 18 ജൂണാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇന്ന് പരീക്ഷ എഴുതുമ്പോൾ നാളത്തെ ഡേറ്റോ അതിന് ശേഷം വരുന്ന ഡേറ്റോ വയ്ക്കരുത്. എപ്പോഴും കഴിഞ്ഞ ഡേറ്റുകളെ വയ്ക്കാവൂ. അപ്പോൾ തൊട്ട് മുമ്പുള്ള ഡേറ്റ്, അതായത് 1 വർഷമോ 2 വർഷമോ പിന്നിട്ടുള്ള ഡേറ്റ് വേണം നിങ്ങൾ വയ്ക്കാൻ. ഡേയും കൂടെ വെച്ചാലും നന്നായിരിക്കും. മൺഡേ October 27, 2025 ആ ഒരു രീതിയിൽ വയ്ക്കുക. പക്ഷേ ഇവിടെ 2025 October 27 ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പഴയ ഡേറ്റ് ആയിരിക്കും വെക്കേണ്ടത്. പിന്നെ ഡിയർ ഡയറി സല്യൂട്ടേഷൻ എന്ന രീതിയിലാണ്. അത് നിങ്ങൾ വച്ചാലും കുഴപ്പമില്ല, വച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്ന രീതിയിൽ വേണം നിങ്ങൾ തുടങ്ങാൻ. ടുഡേ വാസ് എ ബ്യൂട്ടിഫുൾ ഡേ, ടുഡേ വാസ് എ സോറോഫുൾ ഡേ, ടുഡേ വാസ് എൻ എക്സൈറ്റിംഗ് ഡേ, ആ രീതിയിൽ തുടങ്ങുക. അന്നത്തെ കാര്യങ്ങൾ പാസ്റ്റ് ടെൻസിൽ കൂടുതലും കൊടുക്കാൻ ശ്രമിക്കുക. 2-3 പാരഗ്രാഫ് മാർക്ക് അനുസരിച്ച് എഴുതുക. കുറഞ്ഞത് ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിനായിരിക്കും എക്സാമിന് നിങ്ങൾക്ക് ഡയറി ചോദിക്കുക. അപ്പോൾ മാർക്ക് അനുസരിച്ച് എഴുതുക. ലാസ്റ്റ് ഒരു ചെറിയൊരു കൺക്ലൂഷൻ വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഡയറിക്കകത്ത് കൂടുതൽ നിങ്ങൾക്ക് നടന്ന കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഡയറിക്കകത്ത് വീണ്ടും നിങ്ങൾ എഴുതുന്നത്. അപ്പോൾ തോട്ട് എന്ന രീതിയിൽ വരാതെ നടന്ന കാര്യങ്ങളെ അതേപോലെ എഴുതാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. കാരണം നമ്മളെ ഓൾഡ് മാൻ വീട്ടിലെത്തി, അയാൾ എന്തിനായിരിക്കും വന്നത് എന്ന് നമ്മൾ തോട്ട് അങ്ങനെ വരരുത്. ഇയാൾ വന്നു, ഇനി എന്ത് ചെയ്യാം എന്ന രീതിയിൽ എഴുതുന്നത് നന്നായിരിക്കും. തോട്ട് പോലെ എഴുതിയ തെറ്റ് എന്നല്ല പറയുന്നത്, ഏതെങ്കിലും ഒരു മെത്തേഡിൽ പിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, ലാസ്റ്റ് വന്നിട്ട് ഇവിടെ ഒരു കോംപ്ലിമെൻ്ററി ക്ലോസ് എന്ന രീതിയിൽ പെലയോ എന്ന പേര് വെച്ചിട്ടുണ്ട്. പേര് വച്ചില്ലെങ്കിലും
പ്രശ്നമില്ല. നമ്മൾ NCERT സിലബസ് അനുസരിച്ചാണ് ഈ ഒരു രീതി വന്നിട്ടുള്ളത്. ഇത് തെറ്റെന്നല്ല, കറക്റ്റാണ്. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് പറയുന്നത് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. നമുക്ക് കോണ്ടന്റ് ആണ് മെയിനായിട്ട് ആവശ്യം. അതായത് നമ്മുടെ ഡയറിയുടെ ബോഡി. ലാസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഡയറിക്ക് ഒരു ബോക്സ് കൂടെ നിങ്ങൾ വരയ്ക്കുക. ബോക്സ് വരയ്ക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഡയറിക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, ബോക്സ് വരയ്ക്കാൻ ഒരിക്കലും മറക്കരുത്. ബോക്സ് വരച്ചില്ലെങ്കിൽ 1 മാർക്ക് 1.5 മാർക്ക് വീതം ചിലപ്പോൾ ടീച്ചേഴ്സ് മൈനസ് ചെയ്യാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് നോക്കി. നമുക്കിനി സെക്കൻഡ് നോക്കിയെന്ന് വെച്ചാൽ ടെക്സ്റ്റിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ലെറ്റർ ആണ് ഇവിടെ ഉള്ളത്. ദ എഡിറ്റർ ഓഫ് ദ ന്യൂസ് പേപ്പർ സെൻസ് എ റിപ്പോർട്ട് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റിപ്പോർട്ട് ദ ഇൻസിഡന്റ്, പ്രിപ്പയർ ദ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്. അത് സെക്കൻഡ് വരുന്ന ആ ഒരു സെക്ഷനാണ്. നമുക്ക് അതിന് മുമ്പ് ഈ ലെറ്റർ എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഇവിടെ ഒരു ലെറ്റർ കൊടുത്തിട്ടുള്ള എഡിറ്റർ എന്ത് ചെയ്യാണ്, ഒരു ലെറ്റർ എഴുതുന്നതാണ്. നമുക്ക് ഫ്രണ്ട്ലി ലെറ്റർ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലെറ്റർ എന്ന രീതിയിൽ 2 തരത്തിൽ ലെറ്റർ ഉണ്ട്. നമുക്ക് മെയിനായിട്ട് ഇവിടെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ട്ലി ലെറ്റർ ആണ്. ഒഫീഷ്യൽ ലെറ്ററുകൾ വരുന്നത് സാധ്യത കുറവാണ്, എന്നാലും വന്നാലും അതിൻ്റെ ഫോർമാറ്റ് കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഒഫീഷ്യൽ ലെറ്റർ നോക്കാം. ഒഫീഷ്യൽ ലെറ്ററിൽ ഫസ്റ്റ് വരുന്നത് സെൻറ്റേഴ്സ് നെയിമും അഡ്രസ്സുമാണ്. ആരാണോ കത്ത് എഴുതുന്നത് അയാളുടെ പേരും അഡ്രസ്സും എല്ലാം ലെഫ്റ്റ് സൈഡാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങളത് കൊടുക്കേണ്ടത്. ശേഷം ഒരു വരി വിട്ടിട്ട് ഡേറ്റ് എഴുതുക. ഡേറ്റ് എഴുതുമ്പോൾ ബാർ ഇട്ടോ ഹൈഫൻ ഇട്ടോ എഴുതരുത്. പകരം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 22 ജൂൺ 2024-25 ആ രീതിയിൽ വേണം നിങ്ങൾ വയ്ക്കാനായിട്ട്. ഓക്കെ, പിന്നെ അടുത്ത വരി നിങ്ങൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ ആർക്കാണോ നിങ്ങൾ കത്ത് അയക്കുന്നത് ഫ്രം കഴിഞ്ഞ് ടു സെൻറ്റീസ് അഡ്രസ്സ് എന്ന രീതിയിൽ അത് നിങ്ങൾ വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ എഡിറ്റർ വെച്ചിട്ടുണ്ട്. എഡിറ്ററിന് എഴുതുന്നതോ അല്ലെങ്കിൽ എഡിറ്ററിന് ആര് എഴുതുന്ന രീതിയിലാണെങ്കിൽ ഫസ്റ്റ് ആരാണോ എഴുതുന്നത് അയാളുടെ പേര്, അഡ്രസ്സ്, ഒരു വരി വിട്ടിട്ട് ഡേറ്റ്, ഒരു വരി വിട്ടിട്ട് ആരാണോ കത്തയക്കുന്നത് അയാളുടെ പേര്, പിന്നെ സല്യൂട്ടേഷനിൽ ഡിയർ സാറെന്നോ റെസ്പിറേറ്റ് സാറെന്നോ അങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞൊരു 2-3 പാരഗ്രാഫിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കോണ്ടന്റ് എഴുതുക. ലാസ്റ്റ് ഒരു കോംപ്ലിമെന്ററി ക്ലോസ്, യുവർ സിൻസിയർലി യുവർ ഫെയ്ത്ത്ഫുള്ളി, പേരും സിഗ്നേച്ചർ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പേരെന്തായാലും വയ്ക്കാം. അതാണ് മെയിനായിട്ട് വരുന്നത്. അതിന് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. അതായത് നമ്മുടെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ലെറ്റർ കണ്ടിട്ട് നമ്മളെ ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർ എന്തോന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി ഒരു റിപ്പോർട്ടർ അയക്കുകയാണ്. അയാൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. ഫസ്റ്റ് ഒരു മെയിൻ ഹെഡിങ് അവിടെ ഉണ്ടാവണം. ഈ മെയിൻ ഹെഡിങ് പ്രിസൈസും കൺസൈസും ആയിരിക്കണം. അതായത് ചെറുതായിരിക്കണം. പക്ഷേ ഈ ഒറ്റ ഹെഡിങ് വായിച്ചാൽ തന്നെ ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ അകത്ത് എന്ത് വരുന്നു അല്ലെങ്കിൽ എന്താണ് ഉള്ളത് എന്ന് അവർക്ക് എന്ത് ചെയ്യണം, ഒറ്റ സ്ട്രക്ചറിനെ മനസ്സിലാവണം. ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്ട്രേഞ്ച് വിങ്ഡ് മാൻ ഡിസ്കവേർഡ് നൗ എ വില്ലേജ് അട്രാക്ഷൻ. ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള വിങ്ഡ് മാനെ ഡിസ്കവർ ചെയ്തു, ഇപ്പോൾ അയാൾ ഒരു വില്ലേജ് അട്രാക്ഷനായി മാറി. അതായത് നമ്മൾ ഒരു വരി വായിച്ച് നോക്കുമ്പോൾ തന്നെ ഒരു സ്ട്രേഞ്ച് മാൻ എന്തോന്ന് ചെയ്തു, ഒരു വില്ലേജിൽ വന്നു, അതിപ്പോൾ ഒരു അട്രാക്ഷൻ, ഒരു കൗതുക വസ്തുവായി മാറി എന്ന രീതിയിലാണ് കിടക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ ഡേറ്റ് ഓഫ് റിപ്പോർട്ട്. എവിടെ വെച്ചാൽ റിപ്പോർട്ട് ചെയ്തത്, ഡേറ്റ് October 30, 2025, 2025 രീതിയിൽ വയ്ക്കാം. പിന്നെ ഇവിടെ ബൈ അവർ റിപ്പോർട്ടർ ഗുഡവിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ പേരാണ് ഗുഡവിൽ എന്ന് കൊടുത്തിട്ടുള്ളത്. റിപ്പോർട്ടർ എന്ന് വച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പണ്ടൊക്കെ സൊലെ എന്ന് പറഞ്ഞ് അങ്ങനെ വയ്ക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഡേയും ഡേറ്റും മാത്രം വെച്ചാലും മതി. സ്ഥലം കൂടെ വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ സ്ഥലം അറിഞ്ഞുകൊണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥലം ഉണ്ടാക്കി അങ്ങ് വെച്ചാലും മതി. 2 പാരഗ്രാഫാക്കി മെയിനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ന്യൂസ് പേപ്പറിനെ കൺവേർട്ട് ചെയ്യുക. ഫസ്റ്റ് പാരഗ്രാഫിൽ വാട്ട്, വെൻ, വെയർ, വൈ അല്ലെങ്കിൽ വൈ, ഹൂ അല്ലെങ്കിൽ ഹൗ എന്ന രീതിയിലുള്ള 5 ചോദ്യങ്ങൾ. വാട്ട്, വെൻ, വെയർ, വൈ, ഹൂ അല്ലെങ്കിൽ ഹൗ. ഈ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. ആര്, എന്ത്, എപ്പോൾ, എന്താണ് സംഭവിച്ചത്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, ആ ഒരു സംഭവമായിരിക്കണം നിങ്ങൾ ഫസ്റ്റത്തെ പാരഗ്രാഫിൽ കൊടുക്കേണ്ടത്. സെക്കൻഡ് പാരഗ്രാഫ് വരുന്ന സമയത്ത് അതിന് ശേഷമുള്ള കാര്യങ്ങൾ. പലയോടെ ഈ വീട്ടിൽ നടന്ന സംഭവം അയാൾ റിപ്പോർട്ട് ചെയ്തത് ചിലപ്പോൾ ഫസ്റ്റ് ദിവസം നടന്നതോ അല്ലെങ്കിൽ അയാളെ കൂട്ടിലിട്ട സമയത്ത് നടന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം എന്ത് നടന്നു അല്ലെങ്കിൽ എന്തൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. നമ്മുടെ ആ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ആൾ, വല്ല മന്ത്രിയോ അല്ലെങ്കിൽ പോലീസുകാരോ വന്ന് ഇയാളെ രക്ഷിച്ച് പറഞ്ഞു വിട്ടെന്നോ, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുമാർ ഇദ്ദേഹത്തെ നോക്കാൻ വേണ്ടി ഇദ്ദേഹം എന്തുകൊണ്ടാണ് വിങ്സ് വന്നതെന്ന് നോക്കാൻ വേണ്ടി എക്സ്പെരിമെൻറ്റിന് വേണ്ടി കൊണ്ടുപോയതോ, അല്ലെങ്കിൽ എല്ലാ നാട്ടുകാരെല്ലാം കൂടി ചെന്ന് പലയോയും അതിൻ്റെ വൈഫിനെ അടിച്ച് എവിടെയെങ്കിലും ഇട്ടിട്ട് ഈ വിങ്ഡ് മാനെ തുറന്നു വിട്ട് രക്ഷപ്പെടുത്തിയെന്നോ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം. അപ്പോൾ ഇതിന് നേരത്തെ പോലെ എന്ത് വേണം, ബോക്സ് വേണം. ഇതിന് ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. മെയിനായിട്ട് നോക്കേണ്ട 2 കാര്യങ്ങളെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഹെഡിങ് വേണം, രണ്ടാമത്തെ കാര്യം ബോക്സ് വേണം. പിന്നെ 2 പാരഗ്രാഫ് തിരിക്കുക, അതിൻ്റെ അകത്ത് ഡേയും ഡേറ്റും സ്ഥലവും വയ്ക്കുക. 2 പാരഗ്രാഫ് വാട്ട്, വെൻ, വെയർ, വൈ, ഹൗ ആൻഡ് ഹൂ. സെക്കൻഡ് പാരഗ്രാഫ് വരുന്നത് ശേഷം നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, നമുക്കിനി ഈ ചാപ്റ്ററിലെ നമ്മുടെ യൂണിറ്റിൽ 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്, ഇൻ ദ ആറ്റിക് ആണ്. എഴുതിയത് വ്ളാഡിസ്ലാവ് സ്പിൽമൻ എന്ന് പറയുന്ന ആറ്റിക്കാണ്. നമ്മുടെ വേൾഡ് വാറുമായി ബന്ധപ്പെട്ട് ഒരു സംഭവമാണ്. നമ്മൾ സമ്മറി നോക്കാം. Vladislav Spilman recounts his solitary existence in the attic during the war, emphasizing his isolation. അപ്പോൾ പോളണ്ടുകാരനായ വ്ളാഡിസ്ലാവ് സ്പിൽമൻ എന്ത് ചെയ്യാണ്, വാർ സമയത്ത് തനിക്ക് നടന്ന കാര്യങ്ങളെ ഒന്ന് എന്ത് ചെയ്യാണ്, റിക്കളക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്.
He highlights that his ability to survive depended entirely on remaining hidden and alone in his concealed space. ഇദ്ദേഹത്തിൻ്റെ രക്ഷപ്പെടാനുള്ള സർവൈവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഒളിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലമാണ് നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ആ ഒരു ഏരിയ ആറ്റിക് എന്ന് പറയുന്നത്. എ ജർമ്മൻ ഓഫീസർ ഹൂസ് നെയിം ഹി ഡസ് നോട്ട് നോ സീക്രറ്റ്ലി ഡിസ്കവേഴ്സ് ഹിസ് ഹൈഡിംഗ് പ്ലേസ്. ഒളിച്ചിരുന്ന സ്ഥലത്ത് ഒരു ജർമ്മൻ ഓഫീസർ, ഇദ്ദേഹത്തിൻ്റെ പേര് ആ സമയത്ത് അറിയില്ലായിരുന്നു, അയാൾ എന്തോന്ന് ചെയ്തു, ഇയാളെ വന്ന് കണ്ടുപിടിച്ചു. ഇൻസ്റ്റെഡ് ഓഫ് റിപ്പോർട്ടിംഗ് ഹിം, ഇയാളെ കണ്ടുപിടിച്ചെന്ന് തൻ്റെ ഓഫീസേഴ്സിന് റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ദി ഓഫീസർ പ്രൊവൈഡ്സ് ഹിം വിത്ത് ഫുഡ് ഓഫറിങ് എ ക്രൂഷ്യൽ ലൈഫ് ലൈൻ. ഇദ്ദേഹത്തിനെ കണ്ടുപിടിച്ചെന്ന് തൻ്റെ ഓഫീസേഴ്സിനെ അറിയിക്കുന്നതിന് പകരം ഇദ്ദേഹത്തിന് ഫുഡ് കൊടുക്കുകയും ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ഒരു ലൈഫ് ലൈൻ കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ വരെ എത്തുകയും ചെയ്തു. ദ ഓഫീസർ എൻകറേജസ് സ്പിൽമാൻ ടു ഹോൾഡ് ഓൺ ആൻഡ് അവൈറ്റ് ദ എൻഡ് ഓഫ് ദ വാർ. സ്പിൽമാനോട് നമ്മുടെ ഓഫീസർ യുദ്ധം തീരുന്നത് വരെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ, ഒന്ന് സഹിച്ചിരിക്കാനായിട്ട് പറഞ്ഞു. പ്രൊവൈഡിങ് ഹിം വിത്ത് ഹോപ്പ് കൊടുത്തുകൊണ്ടാണ് പറഞ്ഞത്. ആ സമയത്ത് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. To combat the extreme cold of winter, Spillman wears a German military overcoat left by the officer. നമ്മുടെ സംഭവം കഴിഞ്ഞ് കുറേ ദിവസം യുദ്ധങ്ങളൊക്കെ നടക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം യുദ്ധത്തിൻ്റെ ആർട്ടിലറി സൗണ്ട് ഒന്നും കേൾക്കാതെയായി. അപ്പോൾ നമ്മുടെ സ്പിൽമാൻ എന്തോന്ന് ചെയ്തു, വിൻ്ററിനെ തടയാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഓഫീസറിൻ്റെ കോട്ട് എന്തോന്ന് ചെയ്തു, എടുത്ത് ഇട്ടു. He experiences the sounds of intense warfare followed by an eerie silence indicating a shift in events. ഞാൻ പറഞ്ഞ പോലെ തന്നെ തുടക്ക സമയത്ത് അവിടെ നല്ല യുദ്ധത്തിൻ്റെ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പെട്ടെന്ന് ഒരു ഈറി സൈലൻസ്, ഒരു മൊത്തത്തിലൊരു സൈലൻസ് അവിടെ മാറി. ഇൻഡിക്കേറ്റിംഗ് എ ഷിഫ്റ്റ് ഇൻ ഇവൻറ്റ്സ്. അവിടെ ഇൻഡിക്കേറ്റ് ചില ഇവൻറ്റ്സ് ഷിഫ്റ്റായി. വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു, ആർട്ടിലറീസിൻ്റെതും ഗൺസിൻ്റെതും. ഇപ്പോൾ സൗണ്ടൊന്നുമില്ല. അതിനർത്ഥം വാർ നിന്നോ, ചിലപ്പോൾ വാർ അവസാനിച്ചോ എന്നതായിരിക്കാം. അതായത് ഒരു സംശയം അവിടെ തോന്നി. ലൗഡ് സ്പീക്കേഴ്സ് ഇവൻച്വലി അനൗൺസ് ലിബറേഷൻ ഓഫ് വാർസോ ആൻഡ് ജർമ്മനീസ് ഡിഫീറ്റ് ബ്രിങ്ങിങ് ന്യൂസ് ഓഫ് ദി വാർസ് എൻഡ്. ലൗഡ് സ്പീക്കറിലൂടെ വാറ് കഴിഞ്ഞെന്നും വാർസോ എന്ന് പറയുന്ന സ്ഥലത്തിന് ലിബറേഷൻ, ഫ്രീഡം കിട്ടിയെന്നും ജർമ്മൻ സോൾജേഴ്സിനെ ഡിഫീറ്റ് ചെയ്തെന്നും വാറ് അവസാനിച്ചു എന്ന ന്യൂസ് ലൗഡ് സ്പീക്കറിലൂടെ പറയാൻ തുടങ്ങി. അപ്പോൾ വെഞ്ചറിങ് ഔട്ട് ഇൻ ദ ജർമ്മൻ ഓവർകോട്ട്, സ്പിൽമാൻ ഈസ് മിസ്റ്റേക്കൺ ഫോർ എ ജർമ്മൻ സോൾജിയർ ബൈ പോളിഷ് ട്രൂപ്സ്. പോളണ്ടിലാണ് ഇപ്പോൾ നമ്മൾ ഈ കഥ നടക്കുന്നത്. പോളിഷ് ട്രൂപ്സ് ഈ നമ്മുടെ സ്പിൽമാൻ നേരത്തെ പറഞ്ഞു വിൻ്റർ സമയത്ത് തണുപ്പ് മാറ്റാനായിട്ട് ജർമ്മൻ സോൾജിയറിൻ്റെ കോട്ട് ഇട്ടുകൊണ്ടാണ് അവിടെ കിടന്നത്. ഈ കോട്ട് ഇട്ടുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി. യുദ്ധം തീർന്നെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. സ്വന്തം നാടല്ലേ, അപ്പോൾ തനിക്കൊന്നും പറ്റില്ലെന്ന് വിചാരിച്ച് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയതും പോളിഷ് സോൾജിയേഴ്സ് ഇയാളെ കണ്ടതും അവർക്ക് തോന്നിയത് ഇയാൾ ജർമ്മൻ സോൾജിയർ ആണെന്നാണ്. കാരണം ജർമ്മൻ സോൾജിയറിൻ്റെ കോട്ടാണ് ആരിട്ടിരിക്കുന്നത്, നമ്മുടെ സ്പിൽമാൻ ഇട്ടിരിക്കുന്നത്. He narrowly avoids being shot by clarifying his identity and explaining his situation, thus being saved. എങ്ങനെയോ ഭാഗ്യത്തിന് ഇയാൾ എസ്കേപ്പായി. അതായത് അവർ ഇയാളെ വെടിവെച്ച് ഇടാൻ ശ്രമിക്കുകയും ഇയാൾ ആറ്റിങ്ങിനകത്ത് പിന്നെ ഓടിക്കയറുകയും ഓഫീസേഴ്സ് പോയി ഇയാളുമായി സംസാരിക്കുകയും താൻ ജർമ്മൻ ഓഫീസർ അല്ല, താനൊരു പോളണ്ടിലുള്ള ഒരാളാണ്, താൻ ഈ കൺട്രിയിലുള്ള സിറ്റിസൺ ആണെന്ന് പറഞ്ഞ് അങ്ങനെ എന്തോന്ന് ചെയ്തു, രക്ഷപ്പെട്ടു. അപ്പോൾ എക്സ്ട്രീം അഡ്വേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വേഴ്സിറ്റീസിനെ മറികടക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി നമുക്കുണ്ടെന്നും അതിനെ നമ്മൾ പേഷ്യൻ്റായിട്ട് കാത്തിരിക്കണമെന്നും പറഞ്ഞു തരുന്ന ഒരു സ്റ്റോറിയാണ് നമ്മളെ വ്ളാഡിസ്ലാവ് സ്പിൽമാൻ്റെ ഈ ഇൻ ദി ആറ്റിക് എന്ന് പറയുന്ന ആ ഒരു മെമ്മയർ. ഇതിൽ നമ്മളെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതൊരു മെമ്മയറിൻ്റെ ഒരു എക്സ്പേർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു റേഡിയോ പോഡ്കാസ്റ്റിൻ്റെ സ്ക്രിപ്റ്റ് ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യമാണ്. ഇത് പരീക്ഷയ്ക്ക് വരുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. പക്ഷേ സാധാരണ നിങ്ങൾ എന്ത് ചെയ്യാറാണ്, ഒരു സ്ക്രിപ്റ്റ് എഴുതാറില്ലേ, അതേപോലെയാണ് നമുക്ക് റേഡിയോ പോഡ്കാസ്റ്റിൻ്റെ സ്ക്രിപ്റ്റും. റേഡിയോ പോഡ്കാസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വീഡിയോ ഇല്ല, ഓഡിയോ സംഭവമാണ് മെയിനായിട്ട് പോഡ്കാസ്റ്റ് വരുന്നത്. വീഡിയോ പോഡ്കാസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതുക. മെയിനായിട്ട് കോൺവെർസേഷൻ എന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ പോഡ്കാസ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ സ്ക്രിപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോഡ്കാസ്റ്റ് എപ്പിസോഡ് എ സർവൈവേഴ്സ് മെലഡി. നമുക്കൊരു എപ്പിസോഡിൻ്റെ തുടക്കത്തിലുള്ള ഒരു സംഭവം ടൈലിൽ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഹോസ്റ്റും സ്പിൽമാനും. ഹോസ്റ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അവതാരകൻ ആരാണോ അയാൾ, പിന്നെ സ്പിൽമാൻ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കോൺവെർസേഷൻ എന്ത് ചെയ്യും, നിങ്ങൾ വായിച്ചു നോക്കാം. ഇതിന് വായിച്ചു നോക്കുന്ന സമയത്ത് കുറേ കൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുകയും ഒരു കോൺവെർസേഷൻ ചോദിച്ച് അത് എഴുതാൻ പറ്റുകയും നിങ്ങൾക്ക് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ ഇൻ ദി ആറ്റിക് എന്ന് പറയുന്ന ഇതുമായി ബന്ധിപ്പിച്ച് ഒരു റൈറ്റപ്പ്, റെഫ്യൂജീസുമായി ബന്ധിപ്പിച്ച ഒരു റൈറ്റപ്പാണ്. ഓൺ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ റെഫ്യൂജീസ് ഓഫ് വാർ ഇൻ ദ പ്രസൻറ്റ് ടൈം. ഈ ടൈമിൽ നമ്മളെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുന്ന സമയത്ത് റെഫ്യൂജീസ് പല നാടുകളിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, ചേക്കേറി പോകാറുണ്ട്. അവരുടെ പ്രോബ്ലംസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു റൈറ്റപ്പ് എഴുതുക. ഓക്കെ, റൈറ്റപ്പ് വരുന്ന സമയത്ത് അവിടെ എന്ത് വേണം, നമുക്കൊരു ഹെഡിങ് വേണം. ദ ടഫ് ലൈഫ്സ് ഓഫ് വാർ റെഫ്യൂജീസ് ടുഡേ. ഏത് ചോദ്യത്തിനായാലും അതിന് നിങ്ങൾക്ക് പകുതിയോളം കാര്യങ്ങൾ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും. ലെറ്ററിനാണെങ്കിൽ ആർക്ക് എഴുതണം, എന്തിനെഴുതണം, ആർക്ക് വേണ്ടി എഴുതണം എന്നുള്ള കാര്യങ്ങൾ. ഡയറി ആണെങ്കിലും എന്തുമായി ബന്ധിപ്പിച്ചുള്ള ഡയറി. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്തുകൊണ്ട്, റൈറ്റപ്പാണ്. റൈറ്റപ്പിൻ്റെ ഹെഡിങ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്, റെഫ്യൂജിയുമായി ബന്ധപ്പെട്ടതാണ്. ലൈറ്റായിട്ട് എന്തെങ്കിലും നിങ്ങളൊരു ഹെഡിങ് എഴുതി വെച്ചാൽ മതി. പിന്നെ വരുന്ന സമയത്തെന്ന് വെച്ചാൽ
ഓക്കെ, ഇത് എഴുതേണ്ട രീതി എന്ന് പറയുമ്പോൾ ഒരു 4 പാരഗ്രാഫായിട്ട് എന്ത് ചെയ്യുക, തിരിക്കുക. ഫസ്റ്റ് നമ്മുടെ ടൈറ്റിലിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. റെഫ്യൂജീസും വാറുമാണ് നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിനെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചാപ്റ്ററിനെയും കൂടി ബന്ധിപ്പിക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത്. സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫ് വരുന്ന സമയത്ത് ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ എഴുതുന്ന സമയത്ത് ചാപ്റ്ററിനെ അതേപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കരുത്. നമ്മുടെ റെഫ്യൂജീസും വാറും തമ്മിലുള്ള ഒരു സംഭവമാണ് നമ്മൾ റൈറ്റ് അപ്പിൽ എഴുതുന്നത്. അപ്പോൾ അതിനെ കൂടി എന്ത് ചെയ്യുക, ചെറിയൊരു ചൊവ ഇതിൻ്റെ അകത്തുണ്ടാകണം. നിങ്ങൾ എഴുതുന്ന സമയത്ത് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ യെസ് ഇത് റെഫ്യൂജീസുമായി ബന്ധിപ്പിച്ചതാണ് അല്ലെങ്കിൽ ഇത് വാറുമായി ബന്ധിപ്പിച്ചതാണ് എന്ന് വായിക്കുന്ന ആൾക്കാർക്ക് തോന്നണം. ലാസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങളുടെ ഒരു കൺക്ലൂഷൻ, ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, നിങ്ങൾ യോജിക്കുന്നില്ലേ എന്ന രീതിയിൽ ഒന്ന് എഴുതി കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. ഓക്കെ, നമ്മൾ 2 ചാപ്റ്ററിൻ്റെ നമ്മൾ കഴിഞ്ഞു. അടുത്തത് നമ്മുടെ ഫൈനൽ ചാപ്റ്ററാണ് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറയുന്ന വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു പ്ലേ. അതിൻ്റെ നമുക്ക് സമ്മറി നോക്കാം. മാർക്ക് ആന്റണി ബിഗിൻസ് ഹിസ് ഫേമസ് സ്പീച്ച് ബൈ അഡ്രസ്സിംഗ് റോമൻ സിറ്റിസൺസ് പ്രസന്റ് അറ്റ് സീസേഴ്സ് ഫ്യൂണറൽ. കഥ അല്ലെങ്കിൽ ഈ പ്ലേ നടക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സീസറിൻ്റെ ഫ്യൂണറൽ, സീസർ എന്ന് പറയുന്ന ആളിൻ്റെ ഫ്യൂണറൽ, ശവം അടക്കുക കഴിഞ്ഞ് ആ ഒരു യൂലജിയൊക്കെ പറയുന്ന സമയത്തുള്ള സംഭവമാണ്. ആ ടൈമാണ് നമ്മൾ കഥ നടക്കുന്നത്. ബ്രൂട്ടസ് എന്ന് പറയുന്ന ആൾ നമ്മുടെ സീസറിനെ എന്തോന്ന് ചെയ്തു, കൊന്നു. സീസർ മോശപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് കൊന്നു. നാട്ടുകാർ അങ്ങനെയാണ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ സീസറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ മാർക്ക് ആന്റണിക്ക് സത്യം അറിയാം. പക്ഷേ മാർക്ക് ആന്റണിക്ക് സത്യം വിളിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം മാർക്ക് ആന്റണി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂട്ടസ് തന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാർക്ക് ആന്റണിക്ക് പേടിയുണ്ട്. ഇത് നാട്ടുകാർ അറിയിക്കുകയും വേണം. മാർക്ക് ആന്റണി സീസറിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നല്ലയാളാക്കുകയും ബ്രൂട്ടസിനെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റക്കാരനാക്കുകയും ചെയ്യുന്ന ഒരു സ്പീച്ചാണ് ഇവിടെ ഉള്ളത്. നമ്മളെ ഫേമസ് ആയിട്ടുള്ള സ്പീച്ചാണ് മാർക്ക് ആന്റണി ഈ പറയുന്ന സ്പീച്ച്. അപ്പോൾ മാർക്ക് ആന്റണി അവിടെയുള്ള റോമൻ പീപ്പിളിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. ഹി ഡിക്ലെയർസ് ഹിസ് പർപ്പസ് ഈസ് ടു ബറി സീസർ നോട്ട് ടു പ്രൈസ് ഹിം. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നിരിക്കുന്നത് സീസറിനെ പ്രൈസ് ചെയ്യുകയല്ല, അവനെ ഉന്നതിയിൽ എത്തിക്കാനുള്ള ശ്രമമല്ല, അവനെ അടക്കുക, ബറി ചെയ്യുക, കുഴിച്ചിടുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇനിഷ്യലി അലൈങ് വിത്ത് ദ കൺസ്പിറേറ്റേഴ്സ് നെറേറ്റീവ്. കൺസ്പിറേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഗൂഢാലോചനയിൽ ഏർപ്പെട്ട ആൾക്കാർ, അതായത് സീസറിനെ കൊന്ന ആൾക്കാരെ ചുറ്റുമുണ്ട്. മാർക്ക് ആന്റണിക്ക് സത്യങ്ങൾ അറിയാം, പക്ഷേ മാർക്ക് ആന്റണി വന്ന് പറയുമോ എന്നവർക്കൊരു പേടിയുണ്ടായിരുന്നു. മാർക്ക് ആന്റണി ഇങ്ങനെ പറയുന്നത് അവർക്ക് മനസ്സിലായി, കുഴപ്പമില്ല, മാർക്ക് ആന്റണി നമ്മളെ കൂടെയാണ്, ഒന്നും പറയത്തില്ല എന്ന രീതിയിൽ അവർ നിന്നു. He declares his purpose is to bury Caesar, not to praise him, initially aligning with the conspirators' narrative. He acknowledges that Brutus and the other conspirators are honorable men who claim Caesar was ambitious. ഇയാൾ തുടക്കത്തിൽ പറഞ്ഞത് ബ്രൂട്ടസും അതിൻ്റെ കൺസ്പിറേറ്റേഴ്സും കൂട്ടാളികളുമെല്ലാം ഓണസ്റ്റ് മെൻ, നല്ല ആൾക്കാരാണെന്നും നമ്മളെ സീസർ വളരെ മോശപ്പെട്ട ആളാണെന്നും അവരൊരു അംബീഷ്യസ് അത്യാഗ്രഹിയാണെന്നും പറഞ്ഞു. ആന്റണി then subtly counters this claim by reminding the crowd of Caesar's past actions, such as bringing rich ransom to Rome. ഇതിനെ ഒന്ന് ഉറപ്പിക്കാനായിട്ടെന്ന രീതിയിൽ നമ്മുടെ മാർക്ക് തന്നെ അടുത്തൊരു കാര്യം പറഞ്ഞു വന്നു. ക്രൗഡിനെ സീസറിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. അതിൽ അവർ പറഞ്ഞ കാര്യമാണ് റോമിന് കൊണ്ടുവന്ന ആ ഒരു റാൻസം. റോമിൽ ആൾക്കാർ കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് അയാൾ കൊണ്ടുവന്ന ആ ഒരു ട്രഷറി നിറയ്ക്കാൻ ഉപയോഗിച്ച ആ പണത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ആൾക്കാർക്ക് നല്ലത് ചെയ്തു എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഒരു മോശപ്പെട്ട രീതി, നിങ്ങൾക്ക് വേണ്ടി നല്ല കാര്യമാണ് അയാൾ ചെയ്തത്, പക്ഷേ അയാൾ അംബീഷ്യസ് ആണ്, അയാൾ മോശപ്പെട്ട ആളാണ് എന്ന രീതിയിലാണ് അയാൾ പറയുന്നത്. He recalls Caesar's compassion, nothing that he had wept when that the poor have cried. സീസറിൻ്റെ കമ്പാഷനെ കുറിച്ചും ഇയാൾ ഇവിടെ പറയുന്നുണ്ട്. സീസറിൻ്റെ മറ്റുള്ള ആൾക്കാരോടുള്ള സ്നേഹം, അതായത് പാവപ്പെട്ട ആൾക്കാരെ വിഷമിച്ചപ്പോൾ അവരെ കൂടെ സീസർ വിഷമിച്ചു, അവരുടെ ദുഃഖത്തിൽ എന്തോന്ന് സീസറും പങ്കാളിയായി എന്ന് ഇവിടെ എഴുതുന്നത് പറയുകയാണ്. പക്ഷെ പറയുന്ന രീതിയാണെങ്കിൽ ഒരു മോശപ്പെട്ട രീതിയിലാണ്. നിങ്ങളെ ദുഃഖം വന്ന സമയത്ത് അയാൾ എന്തോന്ന് ചെയ്തു, അയാൾ ദുഃഖിച്ചു എന്ന രീതിയിലാണ് പറയുന്നത്. അടുത്ത്, he challenges the idea of Caesar's ambition by pointing out that Caesar 3 times refused the crown. സീസറിൻ്റെ അംബീഷനെ കുറിച്ച്, അത്യാഗ്രഹത്തെക്കുറിച്ച് പറയുന്ന ലാസ്റ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് 3 തവണ സീസറിന് കിരീടം, അതായത് രാജാവിൻ്റെ അധികാരം കൊടുക്കാനായിട്ട് ആൾക്കാരെ ശ്രമിച്ചു. പക്ഷേ 3 തവണ എന്തോന്ന് ചെയ്തു, സീസർ അതിനെ നിരസിച്ചു, തനിക്ക് രാജാവാകണ്ട എന്ന് പറഞ്ഞു. അതിവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നല്ല ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു അംബീഷ്യസ് അത്യാഗ്രഹി എന്ന രീതിയിൽ ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും രാജഭാരം ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ രാജാധികാരം ഏറ്റെടുക്കാനേ ശ്രമിക്കാറുള്ളൂ. പക്ഷേ ഇവിടെ സീസർ ചെയ്തത് എന്തോന്നാണ്, 3 തവണ തൻ്റെ ക്രൗണ് നിരസിക്കുകയാണ് സീസർ ചെയ്തത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ ആന്റണി റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് സച്ച് ആസ് വാസ് ദിസ് അംബീഷ്യസ്. വീണ്ടും ആന്റണി റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഉത്തരം അറിയാം എന്നാലും ചോദിക്കുന്ന ചോദ്യങ്ങൾ റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.
ആന്റണി വീണ്ടും ചോദിക്കുന്ന റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ വാസ് ദിസ് അംബീഷ്യസ്? സീസർ ചെയ്ത ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞിട്ട് പറയുകയാണ് ഇത് അംബീഷ്യസ് ആണോ, ഇത് അത്യാഗ്രഹമാണോ എന്ന രീതിയിലാണ് ആര് ചോദിക്കുന്നത്? മാർക്ക് ആന്റണി ചോദിക്കുന്നത്. ഫോഴ്സിങ് ദ ക്രൗഡ് ടു റീകൺസിഡർ, ഒന്നുകൂടെ ക്രൗഡിനെ റീകൺസിഡർ ചെയ്യാൻ, അതായത് നമ്മുടെ സീസർ നല്ലയാളാണോ അതോ നമ്മളെ ബ്രൂട്ടസും കൂട്ടാളികളും കൺസ്പിറേറ്റേഴ്സും പറഞ്ഞ പോലെ മോശക്കാരനാണോ, അംബീഷ്യസ് ആണോ എന്ന് ഒന്നുകൂടെ റീകൺസിഡർ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ മാർക്ക് ആന്റണി ഇവിടെ നടത്തുന്നത്. He strategically pauses his speech, suggesting his heart is in the coffin there with Caesar to evoke empathy. സ്ട്രാറ്റജിക്കലി പോസ്, അതായത് പറയുന്നതിനിടയ്ക്കിടയ്ക്ക് ഒരു പോസിങ്, ഒരു നിർത്തൽ അവിടെ ഉണ്ട്. അവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ വിത്ത് സീസർ. എൻ്റെ ഹൃദയം ഇപ്പോൾ ആരോടൊപ്പമാണ്? സീസറിനോടൊപ്പമാണ്. അത് എവിടെയുണ്ട്? കോഫിനിൽ, ശവപ്പെട്ടിക്കകത്ത് കിടക്കുകയാണ്. ഇത് പറയുന്നതെന്ന് വെച്ചാൽ എംപതി, അനുതാപ അല്ലെ അനുകമ്പ ഇവോക്ക് ചെയ്യാനാണ്. അതായത് ആൾക്കാർ അവരുടെ മനസ്സിൽ സീസറിനോടുള്ള ആ ഒരു വിഷമം, ആ ഒരു സ്നേഹം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഹിസ് പവർഫുൾ റെറ്റോറിക് ഗ്രാജുവലി സ്വേസ് ദ ക്രൗഡ്, ടേണിംഗ് ദർ ഇനിഷ്യൽ സപ്പോർട്ട് ഫോർ ദ കൺസ്പിറേറ്റേഴ്സ് ഇൻ ടു ആങ്കർ. പതിയെ അവരുടെ ഇനിഷ്യൽ സപ്പോർട്ട്, അതായത് കൺസ്പിറേറ്റേഴ്സിനോട്, ബ്രൂട്ടസിനോടുണ്ടായിരുന്ന ആ ഒരു അടുപ്പം പതിയെ നമ്മുടെ മാർക്ക് ആന്റണിയുടെ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ സാന്നിധ്യത്തിൽ മാറി ആങ്കർ, ദേഷ്യമാവാൻ തുടങ്ങി. By the end of his speech, Antony successfully incites the citizens to riot and seek vengeance against Brutus and the other assassins. തൻ്റെ സ്പീച്ചിൻ്റെ അവസാനം ആന്റണി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആൾക്കാരെ പറഞ്ഞ് തിരിക്കുകയും, അതായത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരികയും ബ്രൂട്ടസിനെതിരെയും അതിനെ അസാസിൻസ് കൺസ്പിറേറ്റേഴ്സിനെതിരെയും കൊന്ന ആൾക്കാരെതിരെയും വെഞ്ചൻസ് സീക്കാൻ, അതായത് എന്താ പറയുക, മറുപടി ചോദിക്കാനുള്ള രീതിയിൽ അവരെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. പവർഫുൾനെസ് ഓഫ് വേർഡ്സ്, നമ്മളെ വാക്കിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഈ ഒരു ചെറിയ പോർഷനിൽ പറയുന്നത്. നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ മനുഷ്യരെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സംസാരത്തിലൂടെ അവരെന്ത് ചെയ്യാം? മാറ്റിയെടുക്കാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ പ്രിപ്പയർ ദ സ്പീച്ച്, സ്ക്വയർ സ്ക്രിപ്റ്റ് ഓഫ് ഫ്രണ്ട്സ്, വോമൻസ് കൺട്രിമെൻറ്റ് ആൻഡ് എൻജോയ് പെർഫോമിംഗ് ഇറ്റ് ഇൻ ക്ലാസ്. ക്ലാസ്സിൽ നിങ്ങളെ ടീച്ചേഴ്സ് ചെയ്യിപ്പിക്കുമെന്ന് തോന്നുന്നില്ല, കാരണം പോർഷൻസ് ഒരുപാട് അവർക്ക് പെട്ടെന്ന് ഇതിനെ തീർക്കണം. ഡിസംബറിന് മുമ്പേ തന്നെ അവർക്ക് എന്ത് ചെയ്യണം? പോർഷൻസ് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നവംബർ ടൈം ആകുമ്പോഴേക്കും ഞങ്ങളും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഓരോ പോർഷൻസിൻ്റെയും ഇതേപോലെ വീഡിയോസ് ഞങ്ങൾ ഇതേപോലെ നമ്മളെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പുതുതായിട്ട് വന്ന കുട്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തുടർന്നുള്ള വീഡിയോയ്ക്കായി ബെൽ ബട്ടൺ എന്ത് ചെയ്യുക? ഒന്ന് അമർത്തി വയ്ക്കുക. അപ്പോൾ മെയിനായിട്ട് നമ്മളെ ഈ പരിപാടി, അതായത് നമ്മളിവിടെ നടന്ന ഈ ഒരു പ്ലേ ഒരു സ്ക്രിപ്റ്റാക്കി മാറ്റുന്ന ഒരു സംഭവമാണ്, സ്പീച്ച് എന്ന രീതിയിൽ മാറ്റുന്ന സംഭവമാണ്. അപ്പോൾ അതിവിടെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളെ മെയിനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നാട്ടുകാർ ഒരാൾ ഇത് കേട്ട് നിന്ന സമയത്ത് അയാൾക്ക് തോന്നിയ കാര്യങ്ങൾ തോട്ട് എഴുതാം. പിന്നെ വീട്ടിൽ ചെന്നിട്ട് തൻ്റെ ഭാര്യയോട് പറഞ്ഞൊരു കോൺവെർസേഷൻ, ഒരു നറേഷൻ, തൻ്റെ ബന്ധുവിന് എഴുതിയ ഒരു കത്ത്, ആ രീതിയിലൊക്കെ വരാം. നമ്മൾ ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ്, ഒരു പാഠത്തിൽ നിന്ന് കവിതയായാലും കഥയായാലും എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ലെറ്റർ, ഡയറി, കോൺവെർസേഷൻ, സ്പീച്ച്, തോട്ട്, പോസ്റ്റർ, പിന്നെ റൈറ്റപ്പ്, എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ചാപ്റ്ററിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എങ്കിൽ ഒന്നുകൂടി നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെ വീഡിയോ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇടും. അധികം സമയമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം ചാപ്റ്റർ ബേസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? വീഡിയോസ് ഉണ്ടാവും. ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഓണപരീക്ഷയ്ക്ക് മുമ്പ് ഏകദേശം 2ഓളം യൂണിറ്റുകൾ, അതായത് 6ഓളം പാഠങ്ങൾ നമുക്ക് തീർത്താലേ നമുക്ക് ഓണപരീക്ഷയ്ക്ക് പ്രിപ്പയർ ആവാൻ പറ്റത്തുള്ളൂ. ഓണപരീക്ഷ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ആവാൻ സാധ്യതയുണ്ട്. ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴേക്കും, ജൂലൈ ഓഗസ്റ്റ് സമയത്ത് മിക്കവാറും ഓണപരീക്ഷ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്, നന്നായ രീതിയിൽ പഠിക്കുക. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക. അതായത് വീട്ടുകാരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരെന്ത് ചെയ്യുക? അവർ പറയുന്നത് കേൾക്കുക. ഈ ഒരു വർഷം മാത്രം നിങ്ങളൊന്ന് കുത്തിയിരുന്ന് പഠിച്ചാൽ മതി, നല്ല മാർക്ക് എടുക്കാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് എന്താവാനാണോ ആഗ്രഹം? കുട്ടികളല്ലേ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ ഇത് കഴിഞ്ഞ് എന്താവണമെന്ന്. അതിനോട്ടുള്ള ഒരു ചവിട്ടപ്പെടുന്ന രീതിയിലുള്ള മാർക്കെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. 10A+ എല്ലാവരും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു എഫേർട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് എപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടെ പറയുന്നത്, എല്ലാ വീഡിയോസും ഞങ്ങൾ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടനെ തന്നെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക. ഈ പഠിപ്പിച്ച കാര്യങ്ങളിൽ സമ്മറിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും താഴെ കമൻറ്റായി നിങ്ങൾ ചോദിക്കുക. അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു ഓൺലൈൻ വാട്സപ്പ് ഗ്രൂപ്പ് കൂടെയുണ്ട്. ആ ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ടുകൾ ഞങ്ങൾ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങൾ എന്ത് ചെയ്യും? നോട്ട്
ഇതുപോലെ ഷെയർ ചെയ്ത് എടുക്കുന്ന വീഡിയോസിൻ്റെത് ശനിയാഴ്ചകളിൽ ഞങ്ങൾ നോട്ട് എന്ത് ചെയ്യുക ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരും. കാരണം എന്താണെന്ന് വെച്ചാൽ തിങ്കളാഴ്ച ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബുധനാഴ്ച ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ കാണുന്നത് ചിലപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങൾ എന്ത് ചെയ്യുന്നത് നോട്ട് ഇതേപോലെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് ഞങ്ങൾ എന്ത് ചെയ്യുക, ഒരു സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം.